സാധാരണക്കാരുടെ കഥ പറയുന്ന ചിത്രം കടംകഥ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു. സെന്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിനയ് ഫോർട്ട്, ജോജു ജോർജ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി സിനോജ് വർഗീസ് നമ്മോടൊപ്പം മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. സ്വാഗതം സിനോജ്. മോർണിംഗ് റിപ്പോർട്ടറിലേക്ക്. ചിത്രം എന്തായാലും തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. സെന്തിലിൻ്റെ ആദ്യ മൂവിയാണ്. ചലച്ചിത്ര പരസ്യരംഗത്ത് നിന്നും ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയ വ്യക്തിയാണ്. സെന്തിലെ ആദ്യ മൂവിയാണ്. എങ്ങനെയുണ്ട് പ്രതികരണം എല്ലാ തിയേറ്ററിലും? എല്ലാ തിയേറ്ററിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പടം. ആൾക്കാർ കൂടുതൽ അറിഞ്ഞു കേട്ട് തന്നെയുള്ളൂ. അറിഞ്ഞു കേട്ട് ഈ ദിവസങ്ങളൊക്കെ വന്ന പടം നല്ലൊരു അനുഭവം, ഫീൽ ഗുഡ് മൂവിയാണ്. എങ്ങനെ ചിത്രത്തിലെ കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറയുമോ? എന്തായാലും അങ്കമാലി ഡയറീസിൽ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു മുഖമാണ് അങ്കമാലി ഡയറീസിൽ. അപ്പോൾ ചിത്രത്തിലെ കഥാപാത്രം രണ്ടാമത്തെ പടമാണ് അങ്കമാലി ഡയറീസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പടമാണ്. അതിനകത്ത് ജോസ്മോൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ, അതായത് ജോജു മാളച്ചേട്ടൻ്റെ ക്ലീറ്റസ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ വർക്ക്ഷോപ്പിൽ ഒരു പെയിൻറ്ററാണ്. ഞാനും മണികണ്ഠൻ പട്ടാമ്പിച്ചേട്ടൻ, നമ്മുടെ ആശാനും, ആ മൂന്ന് പേരുള്ള ആ ഗ്യാങ്ങിൽ ഒരു പുതിയൊരു അതിഥിയായിട്ട് ഗിരിച്ചേട്ടനോട് വരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് സന്തോഷകരമായ ദിവസങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അവരുടെ കുറച്ച് ഫീലിങ്ങുകളും കടത്തിൻ്റെതായ പ്രോബ്ലംസുകളും, എൻ്റെ പെങ്ങളെ കെട്ടിക്കാനുള്ള പൈസ പോലും ഞാൻ അവർക്ക് എടുത്തു കൊടുക്കേണ്ട അത്രയും ഒരു സ്നേഹബന്ധത്തിൻ്റെ കഥ പറയുന്നൊരു സിനിമയാണ്. ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാവരും കുടുംബം മൊത്തമായിട്ട് പോയി കാണേണ്ട ഒരു പടമാണ്. കടം കഥ എന്ന് പറയുമ്പോൾ തന്നെ ആ ടൈറ്റിലിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ചിത്രത്തിൻ്റെ ഒരു ഇതിവൃത്തമുണ്ട്, തീം എന്താണ്? കടം ഇല്ലാത്ത മനുഷ്യന്മാർ കുറവാണല്ലോ. അപ്പോൾ കടം ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഒരു കഥയാണ് പറയുന്നത്. പണ്ട് നമ്മുടെ സിനിമകളിൽ കുറേ അങ്ങനത്തെ കടങ്ങളുടെ കഥകളുണ്ടായതാണ്. എന്നാൽ തന്നെയാലും ഇത് ഒരു പ്രത്യേക ടൈപ്പിലും അതിൻ്റെ ക്ലൈമാക്സൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. അത് നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അത് പടം ഒറ്റവാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കടത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കഥയാണ്. അങ്കമാലി പോലെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവമല്ല. പതുക്കെ 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 അത് നന്നായിട്ട് പൊട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വിനയ് ഫോർട്ടും അതുപോലെ ജോജുവും പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുകയാണ് ചിത്രം. എങ്ങനെയുണ്ടായിരുന്നു ഒരു അണിയറ വിശേഷങ്ങളൊക്കെ എന്താണ്? അതായത് അങ്കമാലിയിലെ നമ്മുടെ 86 ആൾക്കാരും പുതിയ ആൾക്കാരായതുകൊണ്ട്, പിന്നെ പോരാത്തിന് ലിജു ജോസ് പെല്ലിശ്ശേരി നമുക്ക് ചെറുപ്പം തുടങ്ങി അറിയാവുന്ന ആൾക്കാർ എല്ലാവരും ആയിക്കോ. നമുക്കതൊരു പെട്ടെന്നൊരു കല്യാണ വീട്ടിൽ വന്നൊരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് കുറേ ടെൻഷനൊക്കെ ഒഴിവായിരുന്നു. പെട്ടെന്ന് ഞാൻ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വിനയ് ഫോർട്ട്, ജോജുമാൾ, അങ്ങനെ മെയിൻ ആൾക്കാരൊക്കെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഫസ്റ്റ് ടൈം ദിവസങ്ങളിലൊക്കെ. പിന്നീട് എനിക്ക് തോന്നി അങ്കമാലി ഡയറീസിനേലും ഭാവങ്ങളാണ് ഇവരെന്ന് മനസ്സിലായി. പിന്നെ അവരൊക്കെ ആയിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. നമുക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണല്ലോ. എന്നാൽ തന്നെയും അവരൊരു അനിയനെ പോലെയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് മാക്സിമം അവർ ചെയ്യിപ്പിച്ചും. അത് നാച്ചുറലായിട്ട് ഉള്ള കോമഡികൾ, നമ്മുടെ ലൈഫിൽ നീ എന്താണോ നീ ചെയ്യണേ അത് മാത്രം മതി, നീ സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ടെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ടെൻഷനില്ല. നമ്മുടെ വീടിൻ്റെ ബാക്കിലൊക്കെ കുറേ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടുവളർന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണോ അതതിന് മനസ്സിലോർത്ത് ഇങ്ങനെ ചെയ്തു. ചിത്രത്തിൻ്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു? അത് ഗോശ്രീ പാലത്തിൻ്റെ അടിയിൽ നമ്മൾ സെറ്റ് ഇട്ടൊക്കെയായിരുന്നു നമ്മുടെ വർക്ക്ഷോപ്പ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ മറ്റേ പാട്ടൊക്കെ മൂന്നാറാണ് പോയി പിടിച്ചത്. അതും നല്ല സൂപ്പറാണ്. ഞാൻ അഭിനയിച്ച പാട്ട് കണ്ടിരുന്നു. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഗാനം ഒന്ന് കണ്ടിട്ട് തിരിച്ചു തരാം. റോഷൻ അഭിനയിച്ചിരിക്കുന്ന മനോഹരമായ കാണാം. മൂന്നാറാണ് അതിന്റെ ലൊക്കേഷൻ. മൂന്നാറാണ്, പക്ഷേ അതൊരു ഫോറിൻ നാട് പോലെയല്ല തോന്നുന്നത്. ക്യാമറ കാൻസലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്നത് നമ്മൾ ആമേനിൽ കണ്ടതാണ്. വളരെ ബ്രില്യൻ്റ് ആയ ഒരു ഡയറക്ടറാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. സെന്തിൽ വരുമ്പോൾ സെന്തിൽ വളരെ ബ്രില്യൻ്റാണ്. കാരണം തുടക്കം തന്നെ ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു പുതുമുഖ സംവിധായകൻ്റെ അടുത്ത് വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഫസ്റ്റാണ്, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് സഹിക്കണമെന്നൊക്കെ പറയുമ്പോൾ, എടാ ഞാൻ അതിനേലും ഫസ്റ്റാണ്, അത് നീ എന്നെ കുറവുണ്ടെങ്കിൽ സഹിക്കണമെന്ന് പറയുന്ന ഒരു മനസ്സുള്ള ആളാണ്. വളരെ പാവമാണ്. എന്നാൽ ഈ ആഡ് ഫിലിമൊക്കെ ചെയ്തിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് സിനിമ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ആ സിനിമയിലുണ്ട്. ഓരോ സീനുകൾക്കുണ്ട്, ഓരോ പാട്ടുകൾക്കുണ്ട്.
പ്രത്യേകിച്ച് സിനിമ നമ്മൾ തുടക്കം എഴുതി കാണിക്കുന്നത് തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ ചെറിയ പോയിന്റ് പോലും സിനിമയിലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സിനോജ് വർഗീസ് എന്നൊരു ഒരു നടനെ എല്ലാവരും അറിഞ്ഞത് അങ്കമാലി ഡയറീസിലൂടെയാണ്. എവിടെയാണ് താമസം? ശരിക്കും ഞാൻ അങ്കമാലിക്കാരൻ തന്നെയാണ്. അവിടെ ഒരു ഹോട്ടലിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. ലിജോ ജോസും ചെമ്പൻ്റെയും ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്ത് മാത്രം വേറൊരു എക്സ്പീരിയൻസ് ഇല്ല എനിക്ക്. അവർ നമ്മളെ അത്ര വിശ്വസിച്ചിട്ടാണ് ആ പടത്തിൽ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 സിനിമയായി നമുക്ക്. ഇപ്പോഴും പീരുമേടിൽ പുതിയ പടത്തിൻ്റെ ഇപ്പോൾ 9 സിനിമ അത് കഴിഞ്ഞിട്ട് ഭാഗ്യം കൊണ്ട് എന്തോ 9 സിനിമയിൽ അഭിനയിച്ചു. ഇപ്പോൾ ഡിസംബർ വരെ സിനിമകളുണ്ട്. അത് കഴിഞ്ഞാലും കുറേ സിനിമകൾ കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥന. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മോഹൻലാൽ, ഇന്ദ്രജിത്ത് മഞ്ജു വാര്യർ ചേച്ചിയുടെ മോഹൻലാലും പിന്നെ നജീം കോയയുടെ കളിയും കിടു എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ഒരു പടമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ. ഇനിയിപ്പോൾ അങ്കമാലി ഡയറീസിൻ്റെ തന്നെ ടീമുകളുടെ ഒരു പടം കൂടി ഒക്ടോബറിൽ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം സിനിമയിൽ വരണമെന്നൊരു ആഗ്രഹം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ പറയണ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത് അങ്കമാലി ഡയറീസ് കണ്ടിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പോർക്കിറച്ചി കഴിച്ചിട്ട് ഇറങ്ങിയ ഒരു ഫീലാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. ചിത്രത്തിലെ ഗാനം വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. നമുക്ക് ആ പാട്ടൊന്ന് ചായക്കടക്കാരെ സോങ് തന്താതാരാരാധാര താരാര തന്തര തര തന്താതാരാരാധാര താരാര തന്തര തര ചായക്കടക്കാരാ നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിനു ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരില്ല. ചായക്കടക്കാരാ നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിനു ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരില്ല. ലല്ലാ ലാ 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 ലല്ലാ ലല്ലല്ല ലല്ലാ ലാ 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 ലല്ലല്ല. ഇരുനാഴി അരിയെടുത്ത് ദോശ 40 ചുട്ടുവെച്ച്, ഇരുനാഴി അരിയെടുത്ത് ദോശ 40 ചുട്ടുവെച്ച്, അതിലൊന്ന് എടുത്തു നോക്കിയാ ബോംബെ പട്ടണം മുഴുവൻ കാണാം. ചായക്കടക്കാരാ നിന്റെ ചായയില് മധുരമില്ല, ലല്ലാ ലാ 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 ലല്ലല്ല. കാലത്തായതുകൊണ്ടേ ഇത്ര പോരാ. ഈ ശബ്ദത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണോ ഈ ഒരു ഗാനം സിനിമയിൽ ആലപിച്ചത് താങ്കൾ തന്നെയല്ലേ? ഈ ഒരു എങ്ങനെയാ മ്യൂസിക് ഡയറക്ടറിനോട് എങ്ങനെയായിരുന്നു പ്രതികരിച്ചത്? എങ്ങനെയാ? അത് നമ്മുടെ അവിടുത്തെ പണ്ടുള്ള അപ്പച്ചമാരൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. ഈ പാട്ട് അവർ വേറെ രീതിയിൽ പാടുന്നു, നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മളിങ്ങനെ പാടുന്നു. അവിടുത്തെ അങ്കമാലിയിലെ കുറേ ഇങ്ങനത്തെ കുറേ പാട്ടുകളുണ്ട്. അതിനകത്ത് അങ്ങനത്തെ കുറച്ച് പാട്ടുകളാണ് ലിജു ജോസ് പെല്ലിശ്ശേരി പടത്തിന് വേണ്ടി സെലക്ട് ചെയ്തതും. അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. നമ്മൾ ചിത്രത്തിലേക്ക് കടങ്കഥയിലേക്ക് വരുവാണെങ്കിൽ ചിത്രത്തിൽ എത്ര ഗാനങ്ങളുണ്ട്? ഇതിൽ പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? പാടാനുള്ള അവസരം ഇത് ചെയ്യണതാരാ അടിതെറ്റോരാന. ചിത്രത്തിന് തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. എങ്ങനെയുണ്ട് പാട്ടിനൊക്കെ? എങ്ങനെയുണ്ട് റെസ്പോൺസ്? എങ്ങനെയുണ്ട്? വളരെ നല്ല റെസ്പോൺസാണ്. ഈ പടം കണ്ടിറങ്ങുന്നവരൊക്കെ പടത്തെ പറ്റിയിട്ടും പാട്ടിനെ പറ്റിയിട്ടുമൊക്കെ വളരെ നല്ല അഭിപ്രായം പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. എത്ര ഗാനങ്ങളുണ്ട് ചിത്രത്തില്? ഇതിൽ 3 ഗാനങ്ങൾ. 3 ഗാനങ്ങളാണുള്ളത്. ആരെല്ലാം ഗാനം ആലപിച്ചിരിക്കുന്നത്? പാടിയിരിക്കുന്നത് അറിയില്ല എന്നുള്ള പാട്ട്, തെയ്യന്താര പാട്ട് ജാസിയേട്ടനാണ്, ജാസി ഗിഫ്റ്റ്. അതുപോലെ പിന്നെയുള്ളൊരു ആദ്യത്തെ ഒരു ഇൻട്രോ സോങ് ഉണ്ട്, അത് നിരഞ്ജാണ് പാടിയിരിക്കുന്നത്. അതുപോലെ പിന്നെ ഒരു ലവ് സോങ് ആണുള്ളത്, അത് അരുൺ അലാട്ടും ദിവ്യ ഇസ്മാനും. നമ്മൾ ഇപ്പോൾ കണ്ടിരുന്നു മൂന്നാറിൽ ലൊക്കേഷനിൽ കണ്ടിരുന്ന, നമുക്ക് ആ പാട്ട് 2 പേര് കണ്ടിട്ട് തിരിച്ചു വരാം. തീർച്ചയായും. വളരെ മനോഹരമായ ഗാനമാണ്. വരികൾ ആരെല്ലായിരുന്നു? തെയ്യന്താര അച്ഛനാണ്, ശ്രീകൈതപ്പുറം. അതുപോലെ ഈ പാട്ട് ശ്രീ മനു മഞ്ജിത്താണ്. അതുപോലെ വേറൊരു പാട്ടുള്ളത് സന്തോഷ് ഏട്ടനാണ്, ശ്രീ സന്തോഷ് വർമ്മ. അങ്ങനെ 3 പേരാണ് പാട്ട് എഴുതിയിരിക്കുന്നത്.
നമ്മൾ അച്ഛൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ വളരെ ലെജൻഡായ വ്യക്തി തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അച്ഛൻ തന്നെയാണോ ഈ ഒരു വഴിയിലേക്ക് വരാനുള്ള ഒരു ഏറ്റവും വലിയ കാരണം? അച്ഛൻ തന്നെയാണ്. തീർച്ചയായിട്ടും അതെ. അതുപോലെ എല്ലാ കാര്യത്തിലും ഒരു തുടക്കം എന്നുള്ള നിലയിൽ, ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ എപ്പോഴും അച്ഛൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പാട്ടിൻ്റെ കാര്യത്തിൽ പാടുക അല്ലെങ്കിൽ ഈ മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ ജീവിക്കാം, എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത് തന്നെ അച്ഛൻ്റെ പ്രോത്സാഹനത്തിലാണ്. അപ്പം ഇപ്പോൾ ആദ്യം മുതലേ പഠിക്കുന്ന കാലത്ത് മുതൽക്ക് തന്നെ പഠിത്തത്തിൽ എന്താണ് എന്നൊന്നും അച്ഛനത്ര ബോധേഡല്ല. ഞാൻ പാട്ടിലെങ്ങനെയാണ്, അതിൽ എത്രാണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിലാണ് എപ്പോഴും അച്ഛനെ അപ്ഡേറ്റ് ചെയ്യാറ്. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അച്ഛൻ ശ്രദ്ധിച്ചിട്ട് തന്നെ ഇല്ല. തീർച്ചയായും നമുക്ക് അതിലെ പാട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് പാടാൻ പറ്റും? തീർച്ചയായിട്ടും. അറിയില്ല അറിയില്ല എങ്ങോട്ടെന്നറിയില്ല, എത്തേണ്ടിടമെത്താനായി എവിടേക്കു പോണോരേ, അവിടാരോ പറയുന്നേ ഇവിടെത്താൻ പാടാണേ, തെയ്യന്താര 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 തെയ്യന്താര, ജീവിതമെന്നും കയ്യാങ്കളിയോ തെയ്യന്താര, നമ്മോടിന്നി കയ്യാങ്കളി ഇത് ചെയ്യണതാര, അറിയില്ല അറിയില്ല എങ്ങോട്ടെന്നറിയില്ല, എത്തേണ്ടിടമെത്താനായി എവിടേക്കോ പോണോരേ, അവിടാരോ പറയുന്നേ ഇവിടെത്താൻ പാടാണേ. മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പകലൊക്കെ കാണിക്കില്ല, വെളുപ്പ് കാണിക്കുന്ന. ഇപ്പോൾ എത്ര ചിത്രങ്ങളിൽ സംഗീതം കൊടുത്തിട്ടുണ്ട്? എൻ്റെ ഇതിപ്പോൾ 6ാമത്തെ ചിത്രമാണ്. ആദ്യം ചെയ്തത് അച്ഛൻ്റെ പടം തന്നെയാണ്, അത് റിലീസാവുന്നേ ഉള്ളൂ. പിന്നെ ലിസമ്മയുടെ വീട്, ക്യാമൽ സഫാരി, വെള്ളി വെളിച്ചത്തിൽ, ഹലോ നമസ്തേ. ക്യാമൽ സഫാരിയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാടുണ്ട്, സുറുമ. രണ്ടുപേരും പാടുമോ? സുറുമ സുറുമ പെട്ടെന്ന് പെട്ടെന്ന്. ഇത് ചിത്രത്തിലെ പാട്ടുകളെല്ലാം വളരെ പ്രത്യേകതയുള്ള പാട്ടുകളാണ്. ഈ പറയുന്ന പോലെ തന്നെ പാവങ്ങളുടെ കഥ പറയാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സങ്കടത്തിന്റെയും കടത്തിന്റെയും ഒക്കെ കഥ പറയുന്നതാണ്. നമുക്ക് അങ്ങനെ പറയാം. എങ്ങനെയാണ് സംവിധായകൻ ഇതിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ടോ ഈ ഒരു സംഗീതം കൊടുക്കുന്നത്? അതോ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണോ? വ്യക്തമായ ഒരു ധാരണ തന്നിട്ടുണ്ടോ ഈ രീതിയിലേക്കാണ്? എന്ന് വെച്ചാൽ നമ്മൾ സെന്തിൽ ഭായിയുമായിട്ട് എനിക്ക് ഒരു 4-5 വർഷത്തെ ബന്ധമുണ്ട്. കാരണം നമ്മൾ ഇഷ്ടംപോലെ ആഡും അങ്ങനെ ചെയ്തിട്ടുള്ള എനിക്ക് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് എൻ്റെ വർക്കുകൾ എന്തൊക്കെയാണ്, മറ്റുള്ള വർക്കും ഒക്കെ ഞാൻ കേൾപ്പിക്കാറുമുണ്ട്. അപ്പം അങ്ങനെ ഒരു സമയത്ത് എൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാട്ട്, ആ പാട്ട് എനിക്ക് വേറൊരു സ്ഥലത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷെ അതെന്തോ കാരണത്തിൽ അത് നടന്നില്ല. അപ്പം ആ പാട്ട് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം നമുക്കൊരു പടം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അന്നേ പറയുമായിരുന്നു. അപ്പോൾ ആ പാട്ടാണ് തെയ്യന്താര. അപ്പം അങ്ങനെ അത് ആ പടവുമായിട്ട് ഭയങ്കര അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹം അത് ഇതിലേക്ക് എടുത്തതാണ്. അപ്പം അതുപോലെ ഓരോ പാട്ടിൻ്റെ പിന്നിലും ഇന്നതാണ് സിറ്റുവേഷൻ എന്ന് മാത്രമല്ല, ആ പാട്ടിലെന്താണ് മൂഡ്, അതിലെന്തൊക്കെയാണ് കാണുക, അതിൻ്റെ ബീജിയത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള രൂപം അദ്ദേഹത്തിനുണ്ട്. ആനന്നൊക്കെ പറയുമ്പോൾ ജോയി ചേട്ടനാണ് കാണിക്കുന്നത്. ഗതികെട്ട പുലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗിരിച്ചേട്ടൻ ഓരോ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അച്ഛൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമുക്കൊരു 2 വരി. അച്ഛൻ്റെ പെട്ടെന്ന് കളിവീട് പാടാം.
കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനൻ ആത്മാവ് തേങ്ങുന്നല്ലോ. തഴുകുന്ന തിരമാലകളെ, ചിരിക്കുന്ന പൂക്കളെ, തഴുകുന്ന തിരമാലകളെ, ചിരിക്കുന്ന പൂക്കളെ, അറിയില്ല നിങ്ങൾക്കെൻ്റെ അടങ്ങാത്ത ജന്മദുഃഖം. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. ബ്യൂട്ടിഫുൾ. ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഏതെല്ലാം? 9 സിനിമ അങ്കമാലി ഡയറീസിന് ശേഷം കൈ നിറയെ സിനിമകളാണെന്ന് പറയുന്നത്. മോഹൻലാലിന്റെയും മഞ്ജുവാരുടെയൊക്കെ കൂടെ അതെ ഓടി നടക്കുക, ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് ഓടി നടക്കുക. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ബോബി എന്ന് പറഞ്ഞിട്ട് മണിമ്പള രാജിച്ചിട്ടുണ്ട്, മോഹൻ്റെ പടം വരും. പിന്നെ ലവകുശ, പോക്കിരി സൈമൺ, ലഡ്ഡു, അങ്ങനെ ഞാനും പ്രേമിച്ചു, കളി, മോഹൻലാൽ, പിന്നെ കിഡു, പിന്നെ ഒരു പടം കൂടി വിട്ടിട്ടുള്ളത്. ഇത് തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എല്ലാം തന്നെ ഹിറ്റായ പടങ്ങളാണ്. ഈ പറയുന്ന ചാർട്ടിലുള്ളതെല്ലാം തന്നെ. നടക്കും. അതെ, തീർച്ചയായും. അടുത്ത പ്രൊജക്റ്റ് ഏതെല്ലാം? എനിക്ക് ഒരു ഓഫ് ബീറ്റ് പടമാണ് അടുത്തത്. ഒന്നും പിന്നെ ഉള്ളത് അതൊന്നും എന്താ പറയുക, അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കതങ്ങോട്ട് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അനൗൺസ് അതെ, അത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തീർച്ചയായും. എന്തായാലും ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ഹിറ്റാവട്ടെ. ചിത്രം തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ തന്നെ ഓടത്തെ, പാട്ടും എല്ലാവരും ഏറ്റെടുക്കട്ടെ. ഇനിയും ഈ പറഞ്ഞ പോലെ സെറ്റിൽ നിന്നും സെറ്റിലേക്ക് ഇങ്ങനെ ഓടി നടക്കട്ടെ. അതെ, തിരക്കാവട്ടെ. സിനിമയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ. കാരണം അങ്കമാലി ഡയറീസിൽ വളരെ വ്യത്യസ്തമായി വന്ന മുഖം, പാട്ട്, ശബ്ദം എല്ലാം കൊണ്ട് ഇനി അങ്ങോട്ടും നിറഞ്ഞു തന്നെ നിൽക്കട്ടെ. പടത്തിൽ ആ താളം ഇങ്ങനെ നിലനിർത്തുന്നത് ചേട്ടനാണ്. അതെ അതെ, പാട്ടിന്റെ കൂടെ നിൽക്കുന്ന ആ പാട്ടിൽ കുട്ടനീളമുണ്ട്. നല്ല ഒരു രസമുള്ളൊരു കോമ്പിനേഷനായിരുന്നു മണിച്ചേട്ടനും നമ്മളെല്ലാവരും കൂടി. അതൊരു പ്രത്യേക രസമായിരുന്നു. എന്തായാലും ഈ ആ ഓളം ഇനി എല്ലാ സിനിമയിലും നിലനിർത്താൻ കഴിയട്ടെ. ദീപാങ്കറിന് എല്ലാവിധ ആശംസകളും. ഇനി വരണ ചിത്രങ്ങളിലെല്ലാം തന്നെ പാട്ടെല്ലാം തന്നെ ഹിറ്റാവട്ടെ എന്ന് ആശംസിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ദീപാങ്കർ? ഇതിപ്പോൾ കടത്തിൻ്റെ ഒരു കഥയാണെങ്കിലും വളരെ രസകരമായിട്ടാണ് പടം എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം നമ്മൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും കടങ്ങളുണ്ടാവും, കുറച്ചാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ല പടം കണ്ടു കഴിഞ്ഞാൽ. കാരണം അതിനെ വളരെ രസകരമായിട്ടാണ്, തമാശ പൊതിഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു രസവും ഒരു സെക്കൻഡ് ഹാഫിലാകുമ്പോഴേക്കും കുറച്ച് ത്രില്ലിങ് എക്സ്പീരിയൻസും ഒക്കെയുള്ള വളരെ എന്താ പറയുക, ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പടമാണ് കടങ്കഥ. അപ്പം എല്ലാവരും ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന പടമാണ്. എല്ലാവരും ഫാമിലിയായിട്ട് പോയി കാണണം. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ പടങ്ങൾ ഫാമിലി വരുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അത് അവരുടെ ഒരു ഫീഡ്ബാക്കും എല്ലാം നമുക്ക് കിട്ടണം. എന്തായാലും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. സന്തോഷം. എന്താണ് പറയാനുള്ളത്? തന്നെ എനിക്കും പറയാനുള്ളത്, എല്ലാവരും പോയി കാണാം. പിന്നെ ചെറിയൊരു വ്യത്യാസമുള്ളത്, ദീപകനം ഭായി പറഞ്ഞ് കുറച്ച് കടമുണ്ടെന്നാണ്. എനിക്ക് നല്ല കടമുണ്ടായാണ് ഇപ്പോഴാണ് ഒന്ന് ഒതുക്കി വന്നത്. അപ്പോൾ അത് കടമുള്ളവരും ഇല്ലാത്തവരും സന്തോഷം പോയിരുന്ന് കാണേണ്ട ഒരു പടമാണ്. എല്ലാവരും പോയി കാണാം, ഫാമിലിയായിട്ട് തന്നെ കാണാം. ഈ ചെറിയ പടം നിങ്ങളായിട്ട് തന്നെ വിജയിപ്പിക്കാം. അത് ഏറ്റവും താഴ്മയായിട്ട് നിന്ന് പറയാതെ. തീർച്ചയായും. വളരെയധികം നന്ദി മോർണിംഗ് ഷോയിൽ അതിഥികളായി എത്തിയതിന്. കടങ്കഥ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി സിനോജ് വർഗീസും അതുപോലെ തന്നെ സംഗീത സംവിധായകൻ ദീപാങ്കരനുമാണ് നമ്മോടൊപ്പം അതിഥിയായി മോർണിംഗ് ഷോയിൽ എത്തിയത്. മോർണിംഗ് ഷോ പൂർണ്ണമാകുന്നു. നമസ്കാരം.